ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടേണിംഗ് പോയിന്റ് യുവജനങ്ങൾക്ക് വേണ്ടി ശാലോം ഒരുക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സംസാരങ്ങളും ഉൾപ്പെടുത്തി ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായി അത് നമ്മെ സഹായിക്കാനെടുത്തിരിക്കുന്ന 3 പേരെന്ന് പരിചയപ്പെടാം. സർ പ്ലീസ്. എൻ്റെ പേര് ഡോക്ടർ ഫെലിക്സ് ജെയിംസ്. ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. പാലാരൂപതയിലെ മണ്ണാർപ്പാറ ഇടവാംഗമാണ്. KCBC പ്രോലൈഫ് സമിതിയുടെ പാലാരൂപതയുടെ സെക്രട്ടറിയാണ്. അതുപോലെ KCBC സംസ്ഥാന സമിതിയുടെ വൈസ് പ്രസിഡൻ്റാണ്. മോസ്റ്റ് വെൽക്കം. പ്ലീസ്. ഞാൻ ടീന ജോസ്, കോഴിക്കോട് ദേവഗിരി ഇടവകാംഗമാണ്. നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഭർത്താവ് 6 മക്കൾ. മോസ്റ്റ് വെൽക്കം ചേച്ചി. സർ പ്ലീസ്. എൻ്റെ പേര് ആൻ്റണി സച്ചിൻ. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. വരാപ്പുഴ അതിരൂപതാംഗമാണ്. വീട്ടിൽ വൈഫ് 3 കുട്ടികളാണുള്ളത്. ഞാൻ ഇപ്പോൾ നിലവിലെ കാത്തലിക് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലാണ് റൺ ചെയ്യുന്നത്. അതൊരു അപ്പോളജറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ളൊരു മിനിസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് വെൽക്കം. 3 പേർക്കും പ്രത്യേക സ്വാഗതം. എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഒരു ടേണിംഗ് പോയിന്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തോളൂ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫാമിലി പ്ലാനിങ്. എല്ലാ കാലത്തും സഭയിൽ ഒത്തിരി ഡിസ്കഷൻസിനും ഡിബേറ്റിനും കാര്യമായിട്ടുള്ള വിഷയമാണ്. ഫാമിലി പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോകുന്നത് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മക്കളുടെ എണ്ണം, കോൺട്രാസെപ്റ്റീവ്സ്, ഈ കാര്യങ്ങളിലൊക്കെയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ യുവജനങ്ങൾ ഈ ഫാമിലി പ്ലാനിങ്ങിനെ ഒരു ടോപ്പിക്കിനെ നോക്കിക്കാണും നമുക്ക് കാണാം. നമുക്ക് ബർത്ത് കൺട്രോൾ എടുക്കുന്ന കുറേ പെണ്ണുങ്ങൾ തന്നെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണമൊക്കെ എടുക്കുന്നത്. പിള്ളേർ ഇപ്പം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്തിന് അത് മോശമാവും, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡിറ്ററേറ്റ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ അവർ ബർത്ത് കൺട്രോൾ എടുക്കുന്നത്. ചിലവർക്ക് അവരുടെ ഫ്യൂച്ചർ കണ്ടിട്ടായിരിക്കും അവരെടുക്കുന്നത്. അപ്പം ആ ബേസിസിൽ കോൺട്രസെപ്റ്റീവ് എടുക്കുന്ന കുറേ പേരുണ്ട്. ഒരു എന്താ പറയുക പ്രൊട്ടക്ഷൻ ഓഫ് കോൺട്രസെപ്റ്റീവ് കൊടുക്കുന്നതാണ് ഒരു അവർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീമാട്രിക് സെക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് അതിൻ്റെ ഒരു പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അബോർഷന് പോകും. ആ പ്രശ്നങ്ങളെക്കാട്ടും നല്ലത് ഒരു കോൺട്രസെപ്റ്റീവ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് എൻഡോഴ്സ് ചെയ്തിട്ട് അവർ ചെയ്തോട്ടെ. നമ്മുടെ മാത്രം ഒരു പേഴ്സണൽ ചോയ്സാണത്. ഒരിക്കലും നമ്മൾ ഈവൻ നമ്മുടെ ഹസ്ബൻഡ് പറയുന്നത് കൂടെ നമ്മൾ നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട. കാരണം നമ്മൾ ഡെലിവറി നടത്തേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മുടെ മാത്രം പേഴ്സണലായിട്ടുള്ളൊരു ചോയ്സാണ് നമുക്ക് കുട്ടി വേണോ വേണ്ടത്. കാരണം ഒരു ലൈഫ് ലോങ് നമ്മൾ അവരുടെ എല്ലാ കാര്യവും നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഫാമിലിയോ ഇല്ലെങ്കിൽ റിലീജിയൻ അതൊന്നുമല്ല. നമുക്ക് എപ്പോൾ മെൻ്റലി നമ്മളെപ്പോൾ പ്രിപ്പയർഡ് ആവുന്നു അല്ലെങ്കിൽ ഫിസിക്കലി നമ്മളെപ്പോൾ പ്രിപ്പയർഡ് ആവുന്നു അപ്പോഴേ നമുക്കൊരു ബേബിയെ കുറിച്ചുള്ള തോട്ട് വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നമ്മുടെ യുവതലമുറ ഇന്നത്തെ ഒരു ഫാമിലി പ്ലാനിങ്, കുട്ടികളുടെ എണ്ണം, ഒരു കുഞ്ഞു കുടുംബം നോക്കിക്കാണുന്നത്. സഭ എല്ലാ കാലത്തും മക്കളുടെ എണ്ണം നിയന്ത്രിക്കരുത്, മറിച്ച് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം, ജീവൻ ദൈവിക ദാനമാണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. ഓരോ രാജ്യങ്ങളും അവരുടേതായ നിയമങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരുന്നു. ആദ്യമൊക്കെ നാം 1, നമുക്ക് 2, നാം 1, നമുക്കൊന്ന്, നാം 1, നമുക്കെന്തിന്, ഇങ്ങനെ കാലഘട്ടത്തിൽ ചുരുങ്ങി ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് പോലും ഇല്ല. വേണ്ടാത്ത നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തിയറികളുമൊക്കെ അടിച്ചേൽപ്പിച്ച് രാജ്യങ്ങൾ അതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ദമ്പതികൾ, യുവജനങ്ങൾ, ഇപ്പോൾ കുട്ടി പറഞ്ഞതുപോലെ, പെൺകുട്ടി പറഞ്ഞതുപോലെ, അത് മൈ ചോയ്സ്, എൻ്റെ ശരീരം, എൻ്റെ തീരുമാനം, ഭർത്താവിൻ്റെ പോലും തീരുമാനമല്ല. ഇങ്ങനെ പുതിയ പുതിയ തിയറികളും പുതിയ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളൊക്കെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ശരിക്കും ആർക്കാണ് കുഞ്ഞുങ്ങളുടെ നമ്പർ, എത്ര മക്കൾ വേണം എന്ന് തീരുമാനിക്കാൻ അവകാശം? നമുക്ക് സാറിന് തന്നെ തുടങ്ങാം. സാറിന് 4 മക്കളാണല്ലേ? 4 മക്കളാണ്. സാർ പറഞ്ഞോളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടുംബങ്ങളിലൊരു ക്രമീകരണം വേണം എന്ന ഒരു ചിന്താഗതി ശക്തിപ്പെട്ട് തുടങ്ങുന്നത് 1968 മുതൽക്കാണ്. അമേരിക്കൻ ബയോളജിസ്റ്റായ പോൾ എർലിക്ക് പോപ്പുലേഷൻ ബോംബ് എന്ന ഒരു പുസ്തകത്തിലൂടെ ജനസംഖ്യ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിഭീകരമായ കൊടും പട്ടിണി ഇവിടെ ഉണ്ടാകുമെന്നും അനേകർ പട്ടിണി കടന്ന് നരകിച്ച് മരിക്കേണ്ടതായി വരും എന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ഭയപ്പെടുത്തിയിട്ടാണ് എല്ലാ രാജ്യങ്ങളും തന്നെ കുടുംബാസൂത്രണ മാർഗ്ഗങ്ങളിലൂടെ കുട്ടികളുടെ എണ്ണം നിയന്ത്രിക്കണം, കുടുംബാസൂത്രണ മാർഗ്ഗങ്ങൾ പരാജയപ്പെട്ടൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊന്നു കളയാനായിട്ട് അബോർഷൻ നിയമമൂലമാക്കണം എന്നുള്ള രീതിയിൽ ഒരു തരംഗം വന്നത്. ആ സമയത്ത് തന്നെ കത്തോലിക്ക തിരുസഭ വളരെ വ്യക്തമായിട്ട് 1968 ഹ്യൂമനെ വിത്ത് എന്ന ചാക്രിക ലേഖനത്തിലുള്ള 6-ാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചു, ജനസംഖ്യ നിയന്ത്രിക്കാനായിട്ട് രാഷ്ട്രങ്ങൾക്ക് അവർക്ക് അതിനുള്ള ഒരു നിർദ്ദേശം നൽകാനായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷേങ്കിൽ
അത് ഒരു കാരണവശാലും അധാർമികമാകരുത്, ധാർമ്മിക മൂല്യങ്ങൾക്ക് യോജിച്ചതായിരിക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അണ്ഡബീജ സങ്കലനത്തിലൂടെ അപ്പൻ്റെ ബീജത്തിലുള്ള 23 ക്രോമോസോമുകളും അമ്മയുടെ അണ്ടത്തിലുള്ള 23 ക്രോമോസോമുകളും സംയോജിക്കുമ്പോഴത്തേക്കും 46 ക്രോമോസോമുകളുള്ള 24,500 ജീനുകളുള്ള പൂർണ്ണതയുള്ള ഒരു മനുഷ്യ വ്യക്തി രൂപം പ്രാപിക്കുകയാണ്. അപ്പോൾ ഗർഭധാരണ നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ മനുഷ്യജീവനെ ആദരിക്കണം, ബഹുമാനിക്കണം. അതാണ് കത്തോലിക്ക തിരുസഭയുടെ നിലപാട്. കാരണം ജീവൻ്റെ മേൽ മനുഷ്യന് ഒരു അധികാരവുമില്ല. സാർ ചോദ്യത്തിന് ഉത്തരം ഡയറക്റ്റ്ലി പറഞ്ഞില്ല. ഓക്കെ, ഹു ക്യാൻ ഡിസൈഡ്? അതെ. നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ കുടുംബത്തിൻ്റെ മേൽ ഇത്തരം ചിന്താഗതികൾ വന്നപ്പോഴത്തേക്കും ഇൻഫ്ലുവൻസുകൾ ചുറ്റുപാടും. അതെ, ഈ ഇത്തരം ചിന്താഗതികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കുടുംബങ്ങളെയാണ്. അപ്പോൾ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം എന്നൊരു ചിന്താഗതിയിൽ അനേകരെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായ ഗർഭനിരോധന മാർഗങ്ങളും അതുപോലെ അബോർഷൻ പോലും അത് നിയമമാക്കിയിരിക്കുകയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒന്ന്, വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെ അംഗങ്ങളില്ല, ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നു. അതെല്ലാം അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് വരിക. അപ്പോൾ അവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, കത്തോലിക്ക സഭയുടെ ഈശോ വന്ന് പിറന്നത് ഒരു കുടുംബത്തിലാണ്. കുടുംബത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ദൈവമാണ്. അപ്പോൾ എത്ര കുട്ടികൾ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അന്തിമമായ അവകാശം ആ ദമ്പതികൾക്കാണ്. ഭാര്യയും ഭർത്താവും അവരൊരുമിച്ച് ദൈവത്തോട് ആലോചിച്ച് ദൈവഹിതപ്രകാരം ദൈവം അവർക്ക് എത്ര മക്കളെ നൽകാൻ ഉദ്ദേശിക്കുന്നു അത്രയും കുട്ടികളെ സ്വീകരിക്കാനായിട്ടുള്ള തുറവിയുള്ളതായിരിക്കണം വിവാഹ ജീവിതം. ആദ്യത്തെ ഭാഗം ഡേഞ്ചറസ് ഉത്തരം. ദമ്പതികൾക്കാണ് അവകാശം എന്ന് പറയുമ്പോൾ ദമ്പതികൾ തീരുമാനിക്കാൻ, കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ദമ്പതികളുടെ അവകാശം. രണ്ടാമത്തെ പാർട്ട് പറയുമ്പോൾ ഓക്കെ, ദൈവമായിട്ട് കൂടി ആലോചിച്ച് ദൈവിക പദ്ധതി മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ഭയങ്കര അപകടകരമായ രണ്ടാം വിചാരിച്ചായിരുന്നു. ടീച്ചർ ചേച്ചിയിലേക്ക് പറയാം. ചേച്ചി പ്ലീസ്, സെയിം ചോദ്യം തന്നെ. ഹു ക്യാൻ ഡിസൈഡ്? എൻ്റെ ബോധ്യത്തിൽ നിന്നും ദൈവത്തിനാണ് ഒരു കുടുംബത്തിലേക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം. കാരണം സങ്കീർത്തനത്തിൽ പറയുന്നു, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം സമ്മാനമാണ്. അപ്പോൾ ഈ സമ്മാനം തരുന്ന ആളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എപ്പോൾ സമ്മാനം തരണം. അല്ലാതെ സ്വീകരിക്കുന്ന ആളല്ല ഡിസൈഡ് ചെയ്യേണ്ടത് എപ്പോഴാണ് സമ്മാനം സ്വീകരിക്കേണ്ടത്. അപ്പോൾ മക്കൾ സമ്മാനമാണെങ്കിൽ, ദൈവത്തിൻ്റെ സമ്മാനമാണെങ്കിൽ ദൈവം തന്നെയാണ് തീരുമാനിക്കേണ്ടത് കുഞ്ഞുങ്ങൾ എപ്പോഴാണ് നമുക്ക് തരേണ്ടത്. ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള തുറവി നമ്മൾക്കുണ്ടാവുക എന്നുള്ളതാണ് ദമ്പതികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംസാരങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ കൺട്രോൾ വേണ്ടേ? ഇതൊരു ജനറൽ ഓഡിയൻസിൻ്റെ എപ്പോഴുള്ള ചോദ്യമാണ്, നമ്മളുള്ള ചോദ്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ കൺട്രോൾ വേണ്ടേ? കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ കൺട്രോൾ വേണ്ടേ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പം എനിക്കിത്ര എണ്ണം കുഞ്ഞുങ്ങൾ വേണമെന്ന് തീരുമാനിച്ചാൽ ദൈവം അത്ര എണ്ണം തന്നോളണമെന്നില്ല. എനിക്കിത്ര എണ്ണം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചാലും രണ്ടും ദൈവത്തിൻ്റെ കയ്യിലാണ്. എനിക്ക് ഒരുപാട് മക്കൾ വേണം, ഒരു 10-25 മക്കൾ വേണമെന്ന് പറഞ്ഞാൽ ദൈവം അത്രയും തന്നോളണമെന്നില്ല. എനിക്ക് ഒന്നും മതി എന്ന് പറഞ്ഞാൽ ദൈവം അതായിരിക്കണം എന്നില്ല ആ കുടുംബത്തിലേക്ക് ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി മക്കളെ നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പം അതും ശരിയല്ല. എനിക്ക് ഒരുപാട് മക്കളെ വേണമെന്ന് പറയുമ്പോഴും ദൈവം ചില കുടുംബത്തിലേക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷമുള്ളത് അവരുടെ കാരണം കൊണ്ടായിരിക്കില്ല കുടുംബത്തിലേക്ക്. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി സജ്ജനിലേക്ക് പോകാം. സജ്ജയുടെ ഈ 2 ചോദ്യങ്ങളും സജ്ജൻ്റെ വരുന്നു. എനിക്ക് 3 കുട്ടികളാണുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ചോദ്യം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ പറയും ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു ഈ ചേച്ചി പറഞ്ഞ പോലത്തെ ഉള്ള ഒരാശയം നമ്മൾ സാധാരണ വിശ്വാസമുള്ള ആളുകൾ എപ്പോഴും പറയുന്നതാണ്. മറുവശത്ത് അപ്പോഴും നേരത്തെ നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ട ചോദ്യങ്ങളുടെ ഇത് കിടക്കും. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അവസ്ഥകൾ എല്ലാം ഒരു വശത്ത് നമ്മളുടെ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് ഒരു ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് നമ്മൾ സമർപ്പിക്കേണ്ടി വരും. അതിൽ തന്നെ ഒരു മിഷനായിട്ട് ഇതിനെ കാണണം എന്നതാണ്. അത് കുടുംബജീവിതം ഒരു വിളിയായിട്ടും ആ വിളിയിലെ നമ്മൾ സാധാരണ പറയില്ലേ മിഷൻ യാത്രകളും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയി മിഷൻ ചെയ്യാന്നൊക്കെ പറയുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിവാഹ ജീവിതത്തിലൂടെ ലഭിക്കുന്ന മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തിയെടുക്കാനുള്ള ആ മിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ എന്ന് പറയുന്ന പോലെ അവിടെ എത്രത്തോളം മിഷനിലുള്ള കുട്ടികൾ, ഇപ്പം മിഷൻ നമ്മൾ ഓരോ കുട്ടികളെയും വിശുദ്ധരാക്കി വളർത്തിയെടുക്കുന്ന ഒരു മിഷനിൽ ഏർപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും
കൂടുതൽ കുട്ടികൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ കൂടുതൽ കുട്ടികളെ വിശുദ്ധരാക്കാനുള്ള വലിയ സാധ്യത അവിടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു വശത്തുണ്ട്. ഇത് അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ്. മക്കളുടെ എണ്ണം നമുക്ക് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത് സഭ ഡിഫൈൻ ചെയ്യുന്ന റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ്. സാറിൻ്റെ റെസ്പോൺസിബിൾ പാരൻറ്റിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സഭ എന്താണ് പഠിപ്പിക്കുന്നത്? അത് 1968 റെസ്പോൺസിബിൾ പാരൻറ്ഹുഡിനെ കുറിച്ച് ഹ്യൂമാനെ വിത്തയിൽ പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഹ്യൂമാനെ വിത്തെ പോൾ ആറാമൻ 1968 ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ എടുത്ത് വായിച്ചു നോക്കാൻ പറ്റുന്ന മനോഹരമായ ജീവൻ്റെ തുറവിയെപ്പറ്റിയും മക്കളുടെ എണ്ണത്തെപ്പറ്റിയും സഭയ്ക്ക് കൃത്യമായ കാഴ്ചപ്പാടുകളും, സഭയുടെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ലോജിക്കലി തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ചക്രലേഖനമാണ് ഹ്യൂമാനെ വിത്തെ. പ്ലീസ്. അപ്പോൾ ആ പ്രത്യേക സാഹചര്യത്തിലാണ് റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ് എന്ന ഒരു പദം പ്രയോഗിച്ചിരുന്നത്. അപ്പം അതിനു മുൻപ് വരെ ഈ മറ്റേ കുട്ടികളുണ്ടാകുന്നതിനെക്കുറിച്ച് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത രീതിയിൽ വളരെ സ്വസ്ഥമായ രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ കൃത്രിമ ഗർഭനിരോധന ഉപാധികളും അതുപോലെ അബോർഷനും എല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ് പോളിസിയായിട്ട് വരുമ്പോഴത്തേക്കും അനേകർ ഇതിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് അവിടെ പ്രൈമറി റെസ്പോൺസ്, കുട്ടികളെ വളർത്തുന്നതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി മാതാപിതാക്കൾക്കാണ്. അവരെ സമൂഹത്തിൽ വളരെ ഡിഗ്നിഫൈഡായിട്ട് നല്ല രീതിയിൽ തന്നെ അവരെ വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ അതിൽ നിന്ന് ഒരിക്കലും മാതാപിതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. അപ്പോൾ അവിടെ ചില ഗൗരവമായ കാരണങ്ങൾ കൊണ്ട് തൽക്കാലത്തേക്ക് കുട്ടികളെ സ്വീകരിക്കാനായിട്ടുള്ള അനുകൂലമായ സാഹചര്യമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ മറ്റാർക്കെങ്കിലും കാര്യമായിട്ട് അസുഖം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും രോഗമുണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തൽക്കാലത്തേക്ക് കുട്ടികൾ വേണ്ട എന്ന് ആ മാതാപിതാക്കൾക്ക് തീരുമാനിക്കാനായിട്ടുള്ള അനുവാദം സഭ അനുവദിക്കുന്നുണ്ട്. സാറ് പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം ഞാൻ കണ്ടിന്യൂ ആഗ്രഹിക്കുകയാണ്. ഹ്യൂമാനെ വിത്തിൽ തന്നെ അതിൻ്റെ 10ാം പാരഗ്രാഫിലും 16ാം പാരഗ്രാഫിലും കൃത്യമായിട്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഗൗരവപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ, ശാരീരികമായ കാരണങ്ങൾ മൂലം കുട്ടികൾ തമ്മിലുള്ള അകലം പാലിക്കേണ്ടി വന്നാൽ ആ സമയത്ത് ഒരു സേഫ് സെക്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക, സാമൂഹിക, ശാരീരിക, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനിശ്ചിത കാലത്തേക്ക് കുട്ടികളുടെ വരവ് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇത് മാർപ്പാപ്പ പറഞ്ഞു. പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്തേക്കുന്ന ഭാഗമാണിത്. ഗൗരവപരമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്പേസിങ് ആവാം, അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കുട്ടികളുടെ വരവ് നമുക്ക് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഗൗരവപരമായ കാരണങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ ഈ തൽക്കാലത്തെ കുട്ടികൾ വേണ്ട എന്ന് ദമ്പതികൾ തീരുമാനിക്കുമ്പോഴത്തേക്കും കൃത്രിമ ഗർഭനിരോധന ഉപാധികളോ അബോർഷനോ ഒരു കാരണവശാലും, അത് ഇൻട്രിൻസിക്കലി ഈവനാണ്, ഒരു കാരണവശാലും സഭ അവിടെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പം അതിന് പകരമെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേങ്കിൽ ശാരീരികപരമായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അണ്ടവിസർജനം സംഭവിക്കുന്നുള്ളൂ. അണ്ടത്തിൻ്റെ ആയുസ് എന്ന് പറയുക കേവലം 8 മുതൽ 12 മണിക്കൂർ മാത്രമേ ഉള്ളൂ, ലെസ് ദാൻ എ ഡേ. അതേസമയം ഭർത്താവിൻ്റെ ബീജത്തിന് 3 മുതൽ 5 ദിവസം വരെ സ്ത്രീകളുടെ ഗർഭാശയമുഖത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലദായക ശ്ലേഷ്മം എന്ന് പറയും, സെർവിക്കൽ മ്യൂക്കസ്. ആ സെർവിക്കൽ മ്യൂക്കസിൻ്റെ സാന്നിധ്യത്തിൽ 5 ദിവസം വരെ ജീവനോടെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 6-7 ദിവസം മാത്രമേ അവിടെ ഫലദായക കാലഘട്ടം കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് സ്വയം നിരീക്ഷണത്തോടെ തിരിച്ചറിയാൻ സാധിക്കുന്ന മെത്തേഡാണ് ബില്ലിങ്സ് ഓവുലേഷൻ മെത്തേഡ്. 1953 അമേരിക്കൻ ഡോക്ടേഴ്സായ ഡോക്ടർ ജോൺ ബില്ലിങ്സ് ആൻഡ് ഡോക്ടർ എവലിംഗ് ബില്ലിങ്സ് ആണ് ഈ മെത്തേഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ മെത്തേഡാണ് സഭ ഔദ്യോഗികമായിട്ട് പ്രീ മാരേജ് കോഴ്സിലും ഒക്കെ ഈ മെത്തേഡാണ് പഠിപ്പിക്കുന്നത്. നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ് അതാണ് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള മനസ്സിലാകുന്ന വാക്ക്, നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. എല്ലാവരും ഇതൊക്കെ തന്നെ ഇതുകൊണ്ടാണ് സഭ കൃത്യമായിട്ട് ഇങ്ങനെ ഈ വിവാഹ ഒരുക്ക ധ്യാനം നടത്തുന്നതും ഇതുപോലെയുള്ള കൃത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത്. നമുക്ക് കൃത്യമായിട്ട് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര ദിവസങ്ങൾ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കപ്പെടാൻ സാധ്യതയുള്ള ദിവസങ്ങളുള്ളൂ. അത് ഒബ്സർവ് ചെയ്ത് ഒരു സ്ത്രീയുടെ ശാരീരികമായ റിതം ഒബ്സർവ് ചെയ്ത് ഫിസിക് ഒബ്സർവ് ചെയ്ത് ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് അബ്സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നന്മകളെ പറ്റിയാണ് പറഞ്ഞത്. ശരിക്കും സംസാരിക്കാം. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴും ഏതൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴും അതിന് പരാജയങ്ങളുണ്ട്. അപ്പോൾ ഈ NFP യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കുഞ്ഞ് വേണ്ടാന്ന് ആഗ്രഹിച്ചു, NFP അപ്ലൈ ചെയ്തു, പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഷോക്ക്ഡ് ആവുന്നു. അപ്പോൾ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞും ഷോക്ക്ഡ് ആവുന്നു. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭയത്തിൽ നിന്നും കുഞ്ഞ് ജനിക്കാനുള്ളൊരു സാധ്യത പറഞ്ഞു വരുന്ന ഭാഗം വീണ്ടും അടുത്ത് ഡിബേറ്റ് ചെയ്യപ്പെട്ട വിഷയമാണ് എപ്പോഴും. NFP എന്ന് പറയുന്നത് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ഇറ്റ് സെൽഫ് അൺനാച്ചുറൽ.
അതൊരു കോൺട്രാസെപ്റ്റീവായി പോകുന്നില്ലേ എന്ന് പറയുന്ന ഒരു സ്ട്രീം ഓഫ് തോട്ട് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ചേച്ചി കണ്ടിന്യൂ ചെയ്തോളൂ പ്ലീസ്. ഞാൻ ഈ NFPയും അപ്ലൈ ചെയ്തിരുന്നു. ചേച്ചി എത്ര മക്കളുണ്ട്? എനിക്ക് 7 മക്കളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ ആള് ഞങ്ങൾക്ക് കിട്ടിയില്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചുപോയി. ബാക്കി 6 മക്കൾ ഇപ്പം ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ NFP അപ്ലൈ ചെയ്തിരുന്നു. അതിനുശേഷം പൂർണ്ണമായും ജീവനോട് തുറവിയുള്ളവളായി, അല്ലെ ഞങ്ങൾ രണ്ടുപേരും ആ തുറവിയുള്ളവരായി ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ദൈവം തരുന്ന സമയത്ത് സ്വീകരിക്കാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയ ആളാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം തരുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക. അപ്പോൾ ഗ്രേവ് റീസൺസ് ഉള്ളവർക്ക് അതിനനുസരിച്ച് ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ എല്ലാവരും ആ ഒരു ഗ്രേവ് റീസണിൻ്റെ മറവിൽ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വരാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ഒരു വിസമ്മതം, അതായത് ഈ ഗൗരവപരമായ കാരണങ്ങൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ തടയുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നുണ്ട്. അതിനു പകരം എപ്പോൾ വേണേലും നമ്മുടെ കുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരാം, ദൈവം സമ്മാനമായിട്ട് തരാം. അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സോടുകൂടെ ദമ്പതികൾ ഒന്നിച്ച് തീരുമാനിച്ച് തുറവിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് മറ്റൊരു ചോദ്യം എപ്പോഴും, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു കൺട്രോളിൻ്റെയും ആവശ്യമില്ലേ? അതിനും ജോൺ പോൾ രണ്ടാമൻ സഭയുടെ നമ്മുടെ കുടുംബങ്ങളുടെ മധ്യസ്ഥന് പറയുന്നുണ്ട്, വിവാഹം എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈംഗികപരമായ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് നിങ്ങൾ കരുതരുത്. അവിടെയും നമ്മൾ അബ്സ്റ്റിനൻസ്, നമ്മളെ ഏറ്റവും അബ്സ്റ്റിനൻസിൻ്റെ മലയാളം വിരക്തി, അതായത് വിശുദ്ധരൊക്കെ പറയുന്നത് വിരക്തി കുടുംബജീവിതത്തിൽ പോലും, സന്യാസിലൊക്കെ നമ്മൾ ബ്രഹ്മചര്യം പാലിക്കുന്ന പോലെ വിരക്തി കുടുംബജീവിതത്തിലും ഒരു പ്രത്യേക കാലഘട്ടങ്ങളിലേക്ക് പാലിക്കുന്നത് കുടുംബത്തിനും വ്യക്തികൾക്കും പിന്നീട് അവർ നമ്മൾ കപ്പിൾ നമ്മൾ ഇൻറ്റിമസിയും കൂട്ടുമെന്നൊക്കെ പിതാവ് മനോഹരമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഇനി സച്ചിനിലേക്ക് വരാം. സച്ചിൻ പ്ലീസ്. ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയായിരുന്നു. അതായത് നമുക്ക് നമ്മുടെ ഓരോ അവയവത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ടല്ലോ. കണ്ണ് കാഴ്ചക്ക് വേണ്ടിയാണ് പറയുന്ന പോലെ, കാത് കേൾവിക്ക് വേണ്ടിയാണ്. അപ്പം ലൈംഗിക അവയവത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് അത് പ്രൊക്രിയേഷനിലേക്കാണ് അത് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് സന്താനോൽപാദനം തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് ഞാൻ പറയണത് അതിനെ ഒരു പ്ലഷർ സീക്കിംഗ് മാത്രമായിട്ട് തരം താഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ദൈവം എന്തിനു വേണ്ടിയാണോ അവയവം തന്നിരിക്കുന്നത് അതിൻ്റെ പർപ്പസ് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രൈമറി അതെ അതെ. അപ്പോൾ പിന്നെ പ്ലഷർ എന്ന് പറയുന്നത് ഇതിനോട് കണക്റ്റഡ് ആയി നിൽക്കുന്നതും അത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത് നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്നേഹം പങ്കിടലിൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ഞാനത് ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ്, വിട്ടുപോയതാണ്. നമ്മൾ ഈ ഗൗരവപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ, ശാരീരികമോ സാമ്പത്തികമോ മാനസികമോ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് കുഞ്ഞുങ്ങളുടെ ജനനത്തിൽ നിയന്ത്രണം തരാമെന്ന് പാപ്പാമാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, സഭ പഠിപ്പിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയും കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട്, കോണ്ടംസോ പിൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു തലമുറ ഭയങ്കര ആ ഒരു രീതിയിൽ അങ്ങ് ജീവിച്ചു പോകുന്നുണ്ട്. അത് ശരിക്കും ക്വസ്റ്റ്യനബിളാണ്. കാരണം കൃത്യമായിട്ട് ജോൺ പോൾ രണ്ടാമൻ കുടുംബങ്ങളുടെ എഴുത്തിൽ പറയുന്നുണ്ട്, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ദമ്പതികൾ അവരുടെ മനസാക്ഷി അനുസരിച്ച് തീരുമാനിക്കുന്നത് സഭയുടെ കാഴ്ചപ്പാടാണ് എന്ന് തെറ്റായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സഭ അങ്ങനെ മനസാക്ഷി അനുസരിച്ച് ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്നില്ല. സഭ എന്നും എക്കാലവും എല്ലാ ഗർഭനിരോധന മാർഗങ്ങളും അതിൻ്റെ ഉപയോഗവും ഗൗരവപൂർണമായ പാപമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. ഇത് ഞാൻ അപ്രമാദിത്വ സ്വഭാവത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഏത് തരത്തിലുള്ള ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിക്കുന്നതും അതിൽ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതും അത് എൻ്റെ മനസാക്ഷി, എൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞ് സഭ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പറയുന്നത് പാപമാണെന്നും അത് അപ്രമാദത്തോടെ ഒരിക്കലും മാറ്റപ്പെടാൻ പറ്റാത്ത കാര്യമായി ഞാൻ നിങ്ങൾ ഓർപ്പിക്കുന്നു പറയുന്നു. അതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? വിവാഹം ഒരു കൂദാശയാണ്. ആ കൂദാശയുടെ പൂർത്തീകരണം സംഭവിക്കുക ഭാര്യയും ഭർത്താവും ലൈംഗികതയിൽ ഏക ശരീരമായി മാറുമ്പോഴാണ്. അപ്പോൾ അവിടെ ഭാര്യയും ഭർത്താവും ഏക ശരീരമായി മാറുമ്പോഴത്തേക്കും ആ ലൈംഗികതയുടെ പരിസമാപ്തിയിൽ അവിടെ ബീജസ്ഖലനം സംഭവിക്കേണ്ടത് സ്വന്തം ഭാര്യയുടെ യോനിനാളത്തിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ടു ലൈഫ്. ദാറ്റ്സ് എ ടീച്ചിങ് ഓഫ് ദ ചർച്ച്. അപ്പോൾ അവിടെ ആ കുട്ടികൾ വേണ്ട എന്ന രീതിയിൽ പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് വിഡ്രോവൽ മെത്തേഡ്. നമ്മളിപ്പം ഉൽപ്പത്തിയുടെ പുസ്തകം 38-ാം അധ്യായത്തിൽ 9-10 കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓനാൻ അത്തരം പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഓനാന് ദൈവം ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഓനാനിസം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്.
കോൺഡോംസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതേ കാര്യം തന്നെയാണ് അവിടെ സംഭവിക്കുക. കാരണം അവിടെ ദമ്പതികൾ തമ്മിൽ അവിടെ പൂർണ്ണമായ ഐക്യത്തിലേക്ക് എത്തുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ പിൽസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിന് പകരമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹോർമോൺ ഗുളികകളാണ് അവിടെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് അവിടെ ആർത്തവം സംഭവിക്കുകയാണ്. പലപ്പോഴും ഓവുലേഷൻ ഉണ്ടാവണമെന്നില്ല. അഥവാ ഇനി ഓവുലേഷൻ സംഭവിച്ച് കുട്ടികളുണ്ടായാൽ തന്നെ ആ കുട്ടിക്ക് ഗർഭാധാനത്തിന് ഉൾഭിത്തിയിൽ പറ്റിപ്പിടിക്കാൻ സാധിക്കാതെ അത് അബോർഷനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അതേപോലെ കോപ്പർ ടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പർ ടി സ്ത്രീകളുടെ ഗർഭാധാനത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ടി ഷേപ്പിലുള്ള കോപ്പർ കോട്ടിങ്ങുള്ള ഒരു ലോഹദണ്ഡാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഞാൻ പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും അവരോട് ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ ഏറ്റവും ആദ്യം സ്വന്തം അമ്മയുടെ ശരീരത്തിൽ എവിടെയാണ് ഉണ്ടായത്? ഒരു 150 പേരുള്ള ക്ലാസ് ആണെങ്കിൽ പലപ്പോഴും നിശബ്ദതയാണ്. 1-2 പേര് മാത്രമേ ഉത്തരം പറയാറുള്ളൂ. നമ്മളെല്ലാവരും സ്വന്തം അമ്മയുടെ അണ്ഡവാഹിനിക്കുഴലിലാണ് ഏറ്റവും ആദ്യം ജന്മമെടുക്കുന്നത്. 9 ദിവസം മാത്രമാണ് ഗർഭാധാനത്തിന് ഉൾഭിത്തിയിൽ വന്ന് പറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ കോപ്പർ ടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഗർഭധാരണത്തെ അത് തടയുന്നില്ല. അണ്ഡവാഹിനിക്കുഴലിൽ കാരണം ഒരു പ്രാവശ്യം സ്ഖലനം സംഭവിക്കുമ്പോഴത്തേക്കും കോടിക്കണക്കിന് ബീജാണുക്കളാണ് ഗർഭാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ കുഞ്ഞ് ജനിക്കുക തന്നെ ചെയ്യും. പക്ഷേ 9 ദിവസം ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭാധാനത്തിന് ഉൾഭിത്തിയിൽ വന്ന് പറ്റിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ ടി ഷേപ്പിലുള്ള ആ ലോഹദണ്ഡിനെ പുറന്തള്ളാൻ വേണ്ടി ഗർഭാധാനത്തിൽ നിരന്തര സംഘർഷങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുഞ്ഞിനോട് പറ്റിപ്പിടിക്കാൻ സാധിക്കാതെ അബോർഷനായിട്ട് കുഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഐപിൽ പോലുള്ള ഗുളികകൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭധാരണം സംഭവിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഏർലി അബോർഷനാണ്. എല്ലാ തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സും ഒരു കൈൻഡ് ഓഫ് ഇൻഡയറക്റ്റ് അബോർഷൻ അവിടെ സംഭവിക്കുന്നു. വളരെ ക്ലിയർ. അതുകൊണ്ട് തന്നെ അപ്പോൾ ജീവൻ്റെ മേലുള്ള വ്യക്തമായ രീതിയിലുള്ള മനുഷ്യൻ്റെ കൈകടത്തിലാണ്. അതുകൊണ്ട് തന്നെ സഭ അതിശക്തമായ ഈ രീതിയിൽ പക്ഷേ ഈ ഒരു സമൂഹം ഈ ഒരു കാലഘട്ടത്തിൽ കോൺട്രാസെപ്റ്റീവ്സ് ഒരു തെറ്റ് പോലുമല്ല. ഈ അടുത്തിടെ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ വാലന്റൈൻസ് ഡേയിൽ നമ്മുടെ പല സ്കൂളുകളുടെ മുമ്പിൽ യൂത്ത് കൂടിയിട്ട് സമ്മാനമായി +2 പഠിക്കുന്ന പിള്ളേർക്ക് കൊടുത്തു വിട്ടിരുന്നത് കോണ്ടത്തിൻ്റെ കവറുകളായിരുന്നു. പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അത്രയും പേര് ഇതൊരു തെറ്റേ അല്ല. നമ്മൾ ഏത് കടയിൽ കയറി ചെന്നാലും ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും നമ്മൾ പൈസ ബില്ല് മാറുന്നത് ആദ്യം ഇരിക്കുന്ന സാധനം കോണ്ടത്തിൻ്റെ കവറുകളായിരിക്കും. വളരെ ഫ്ലേവറുകൾ, ഡിഫറെൻറ്റ് ഫ്ലേവറുകൾ. സിനിമകളിലൊക്കെ അത് ഫണ്ണായിട്ടൊക്കെ കാണിച്ചാൽ കാരണം ഒട്ടും അതൊരു തെറ്റാണെന്ന് പോലും യുവജനങ്ങൾക്കറിയില്ല. തെറ്റാണെന്ന് പോലും അപ്പോഴാണ് പറയുന്നത് കൃത്യമായിട്ട് ഇൻഡയറക്റ്റ് അബോർഷൻ തന്നെയാണ് ഈ മേഖലകളെല്ലാം പാപം തന്നെയാണെന്ന് ഇന്നും എന്നും അപ്രമാദത്തിൽ സഭ പഠിപ്പിക്കുന്നു പറയുന്നത്. ഇനി ഈ ഒരു സജ്ജയുടെ ഒരു ഭാഗങ്ങൾ പറയുമ്പോൾ അവസാനിപ്പിക്കുക ഈ എപ്പിസോഡ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മളേറ്റവും സേഫ് സെക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കോണ്ടംസോ അല്ലെങ്കിൽ പിൽസൊക്കെ ഉപയോഗിക്കുന്നത്. എന്നിട്ടാണ് ഒരു വർഷം 5.7 കോടി അല്ലെങ്കിൽ 8 കോടി കുട്ടികൾ അബോർട്ട് ചെയ്യപ്പെടുന്നു. ഒട്ടും സേഫ് അല്ലാത്ത കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇതിന് അപകടങ്ങളുണ്ടല്ലോ. ശാരീരികമായ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് ഇത് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് അതിൻ്റെ വല്ല ലാഭം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതെന്ന് പറയുന്നത് നിരന്തരം ഉപയോഗിക്കപ്പെടുന്ന കോണ്ടംസ് ആയാലും റിലേറ്റഡ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒക്കെ ആയാലും ഞാൻ പറയുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിപത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എന്നില്ലേ ഒരു സ്ത്രീനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് വുമൺ എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ എല്ലാ രീതിയിലും നമ്മൾ കാണാൻ തുടങ്ങി അല്ലേ. പിന്നെ ആ ഒരു കൾച്ചർ സിനിമയിലും മാഗസീൻസിലും എല്ലാത്തിലും അത് കാണുന്ന ഒരു ഇതായ ഫാക്ടറായിട്ട് വന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ലൈംഗികതയെ നമ്മൾ വില കുറച്ച് കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ യഥാർത്ഥ ഉപയോഗത്തിൽ നിന്നും അതൊരു പ്ലഷർ സീക്കിങ്ങിന് മാത്രമായി മാറ്റിപ്പെട്ടപ്പോഴത്തേക്കും പിന്നെ എല്ലാം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വരുന്നത് ഈ പറയുന്ന ആർക്കും ആരോടും ബന്ധമാകാം എന്നുള്ള തലത്തിലേക്ക് വന്നു. പിന്നെ കുടുംബജീവിതം വേണ്ട, ലിവിങ് ടുഗദർ ആകാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം ഫാമിലി എന്ന് പറയുന്ന ആ ബോണ്ടിങ് തന്നെ അങ്ങോട്ട് നശിപ്പിച്ച് കളയുകയും ഇതിൻ്റെ യഥാർത്ഥ ഭവിഷ്യത്ത് അനുഭവിച്ചത് ശരിക്കും പറഞ്ഞ് യൂറോപ്പിലാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും യൂറോപ്പിൽ നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ ഈ ലേഖനം അല്ലെങ്കിൽ ചാക്രിക ലേഖനം ഇറക്കിയെങ്കിലും യൂറോപ്പ് തന്നെ അത് തള്ളിക്കളയുകയും അവസാനം യൂറോപ്പിലെ കുട്ടികളില്ലാതെ ഇപ്പം നമുക്കറിയാം. ഇപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിനനുസരിച്ചാണല്ലോ ഒരു പോപ്പുലേഷൻ ഇൻക്രീസിങ് ആണോ ഡിക്ലൈനിങ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ യൂറോപ്പിലെ പോപ്പുലേഷൻ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2 വളരെ വളരെ താഴെ ആയതിനാൽ ഒരിക്കലും ഇനി അവർക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ മൈഗ്രേഷനും കാര്യങ്ങളൊക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്ത് വന്നത്. സമയപരിമിതി ഞാൻ കട്ട് ചെയ്യാണ്. പക്ഷേ ഞാനൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1968 മാർപ്പാപ്പ പറഞ്ഞ ഇതേ കാര്യങ്ങൾ യൂറോപ്പ് പക്ക തള്ളിക്കളഞ്ഞു. അന്ന് മാർപ്പാപ്പ നടത്തിയ പ്രവചനങ്ങളുണ്ട്.
ഒരു 4-5 പ്രവചനങ്ങളുണ്ട്. അതൊന്ന് റിമൈൻഡ് ചെയ്യിച്ചിട്ട് ഈ സ്റ്റെറിലൈസേഷൻ ആൻഡ് കോൺട്രാസെപ്ഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. അത് ഒന്നാമത്തെ പ്രവചനം ഇതായിരുന്നു, നിങ്ങൾ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുന്നത് നിയമപരമായിട്ട് അംഗീകരിച്ച് തുടർന്നു കഴിഞ്ഞാൽ അവിശ്വസ്തത, ധാർമ്മിക അധപ്പതനം, അതായത് പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, ഇത് നോർമലൈസ് ചെയ്യപ്പെടും, സമൂഹം മുഴുവൻ വ്യാപിക്കും. ഒന്ന്. രണ്ടാമത്, വിവാഹമോചനം, ഗർഭഛിദ്രം, ലൈംഗിക രോഗങ്ങൾ വളരെ എല്ലായിടത്തും ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കും, ഒരു നാശം പോലെ വന്നുകൊണ്ടിരിക്കും. 3, സ്ത്രീകളോടുള്ള ആദരവ് നഷ്ടപ്പെടും, ഒബ്ജക്റ്റീവ് ചെയ്യപ്പെടും. 2, സ്നേഹവും പരിഗണനയും അർഹിക്കുന്ന പങ്കാളിയാണ് എൻ്റെ കൂടെയുള്ളത് ഞാൻ മറക്കും. 3. നാലാമത്തത്, അധികാര ദുർവിനിയോഗം ഉണ്ടാകും. അതായത് സിവിൽ അതോറിറ്റി ഇതിനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് അത് അബോർഷൻ ലോസ് അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ സിസ്റ്റംസ് ഇതുപോലെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരും. അവസാനമായിട്ട് അതിരില്ലാത്ത ഈ അധികാരം മറ്റു ഒത്തിരി തിന്മകളിലേക്ക് നിങ്ങളെ ആനയിക്കും. മാർപ്പാപ്പ 50 വർഷം മുമ്പ് പറഞ്ഞത് ഇത് കൃത്യമായിട്ട് യൂറോപ്പിലും ഇന്ത്യയിലും എല്ലാം കൃത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ നമ്മൾ പാവമല്ല എന്ന് വിചാരിക്കുന്ന കോൺട്രാസെപ്റ്റീവ്സും അല്ലെങ്കിൽ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി ചെയ്യുന്ന സ്റ്റെറിലൈസേഷനും ഒക്കെ, അതായത് ഗർഭനിരോധനവും വന്ധ്യംകരണവും, ഇത് രണ്ടും കൃത്യമായിട്ട് വലിയ അപകടങ്ങൾ, പാപം എന്നതിനേക്കാൾ വലിയ അപകടങ്ങളിലേക്കും ധാർമ്മിക അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് വിചാരിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയപരിമിതി അവസാനിപ്പിക്കുകയാണ്. ഇതാണ്, നമ്മൾ വിള നശിപ്പിക്കലാണോ വിളനിലം നശിപ്പിക്കലാണോ ഏറ്റവും വലിയ അപകടം? ഇത് അബോർഷൻ പാവമാണെന്ന് നമ്മളൊക്കെ സമ്മതിക്കും, ബുദ്ധിമുട്ടാണ്. പക്ഷേ അബോർഷൻ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് സ്റ്റെറിലൈസേഷനും കോൺട്രാസെപ്റ്റീവ്സിൻ്റെ അപകടം. കാരണം വിളനിലമാണ് ഒരാളുടെ ലൈംഗിക കഴിവും അല്ലെങ്കിൽ കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള കഴിവും ഗർഭം ധരിക്കാനുള്ള കഴിവുമല്ല. അതിനെയാണ് നമ്മൾ വന്ധ്യകരണത്തിലൂടെ സ്റ്റെറിലൈസേഷൻ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സിലൂടെ, പെർമനൻറ്റ് കോൺട്രാസെപ്റ്റീവ് സിസ്റ്റം ഒക്കെ ഉണ്ട്, അതിലൂടെയൊക്കെ നമ്മളിപ്പോൾ തകർത്ത് കളയുന്നത്. അപ്പോൾ നമ്മൾ അബോർഷൻ നമ്മൾ അപലപിക്കുമ്പോൾ മറുവശത്ത് കൺവീനിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പലപ്പോഴും. അത് എനിക്ക് നിവൃത്തികേട് കൊണ്ടാണ്, എൻ്റെ അവസ്ഥ കൊണ്ടാണ്. പക്ഷേ വിളനിലവും അതിൽ വിളനിലമാണ് ഒരല്പം കൂടി മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവനിലേക്കുള്ള തുറവി നമ്മുടെ ദൈവാനുഗ്രഹത്തിലേക്കുള്ള തുറവി കൂടിയാണ്, സ്വർഗത്തിലേക്കുള്ള നിത്യതയിലേക്കുള്ള തുറവ് കൂടിയാണ്. നമുക്കൊരു നിമിഷം ഈ ഒരു അവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെല്ലാവരും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഈ വലിയ തിന്മകൾ, ജീവനെതിരായ തിന്മകൾ, വന്ധ്യകരണവും കോൺട്രാസെപ്റ്റീവ്സും സ്റ്റെറിലൈസേഷനും എല്ലാം ഒരു പാപം പോലും അല്ല എന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തമ്പുരാനെ, ജീവനിലേക്ക് ഒട്ടും തുറവിയില്ലാത്ത ഒരു മരണത്തിൻ്റെ സംസ്കാരത്തിൽ ഞങ്ങൾ സ്വർഗത്തിന് വലിയ കനിവിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തവർ, അതിൻ്റെയൊക്കെ കുറ്റബോധത്തിൽ ജീവിക്കുന്നവർ, വീണ്ടും ഒരു കുറ്റബോധത്തിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നവർ, എല്ലാ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ, നിന്റെ കരുണ ഇവരിൽ മേൽ ഇറക്കണമേ, വലിയ ജ്ഞാനം കൊടുക്കണമേ. പരിശുദ്ധാത്മാവിനെ വെച്ച് തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാൻ വലിയ ജ്ഞാനം കൊടുക്കണമേ. ഈ കാലഘട്ടത്തിന് ഇതിന് വേണ്ട ഒരു പ്രത്യേക പ്രകാശം കൊടുക്കണമേ. ഒരു പുത്തൻ പന്തക്കുസ്ത ഈ നാട്ടിൽ, ഈ ലോകത്ത് ഉണ്ടാവപ്പെടട്ടെ. അങ്ങനെ ജീവന് വേണ്ടി നിലനിൽക്കാൻ, വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം സ്നേഹവും കുഞ്ഞുങ്ങളുടെ ജനനവുമെന്ന ഒരുമിച്ച് പ്രഘോഷിക്കാൻ, അങ്ങനെ ഈ ഭൂമി ഒരു പറുദീസയാക്കാൻ ഞങ്ങൾക്ക് വലിയ കൃപ തരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്.